അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് ഹീം കാറ്റബോളിസം, മെറ്റബോളിസം ആൻഡ് ഹീമോഗ്ലോബിൻ. ഹീം എപ്പോഴും കാറ്റബോളിസം എന്ന് പറയുന്നത് മെറ്റബോളിസം. അനബോളിസം കാറ്റബോളിസം കൂടെ ചേരുന്നതാണ് മെറ്റബോളിസം. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഹീം മെറ്റബോളിസം ആൻഡ് ഹീമോഗ്ലോബിൻസിനെ കുറിച്ചാണ് നമ്മളിന്ന് പറയുന്നത്. VMA നമുക്ക് മറ്റൊരു ദിവസം എടുക്കാം. 70 കീറ്റോസ്റ്റെറോയിഡ്സിന് നോട്ടോടെ ആഡ് ചെയ്തിട്ട് നമുക്ക് ഒറ്റ ക്ലാസ്സിലേക്ക് അതൊരു ചെറിയ ടോപ്പിക് അല്ലേ, അതുകൊണ്ടാണ് ഞാനത് സ്കിപ്പ് ചെയ്തത്. അടുത്ത ദിവസം തന്നെ 70 കീറ്റോസ്റ്റെറോയിഡ്സ് കൂടെ ഉൾപ്പെടുത്തിയിട്ട് നമുക്കത് രണ്ടും കൂടെ ഒറ്റ ദിവസം പറയാം. അപ്പോൾ ഹീമിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പറയണം? ഹീം ഈസ് എ മെറ്റാലോ പ്രോട്ടീൻ. ഹീം എന്താണ്? ഹീം ഒരു മെറ്റാലോ പ്രോട്ടീൻ ആൻഡ് മെറ്റാലോ പോർഫയർ എന്ന് നമുക്ക് വിളിക്കാം. മെറ്റാലോ പ്രോട്ടീൻ ഇസ് റൈറ്റ് ആൻഡ് മെറ്റാലോ പോർഫയറിൻ. പിന്നെന്ത് പറയാൻ പറ്റും ഹീമിനെ കുറിച്ച്? അപ്പൊ എന്താണ് ഈ പോർഫയർ എന്ന് പറഞ്ഞാൽ? ഹീം ഒരു മെറ്റാലോ പോർഫയറിനാണ് പറഞ്ഞു. അപ്പൊ പോർഫയറിന് എന്താണ്? പോർഫയർ എന്ന് പറയുന്നത് ഇതെല്ലാം പരീക്ഷയ്ക്ക് ചോദിക്കുന്ന സാധനങ്ങളാണ്. പോർഫയർ എന്ന് പറയുന്നത് സൈക്ലിക് കോമ്പൗണ്ട്. പോർഫയറിന് ഒരു സൈക്ലിക് കോമ്പൗണ്ട് ആണ് അല്ലേ. ഇതിനകത്ത് എന്തുണ്ട്? ലിങ്ക്ഡ് ബൈ അല്ലെങ്കിൽ ഫോംഡ് ബൈ ദ ലിങ്കേജ് ഓഫ് 4 പൈറോൾ റിങ്സ്. 4 പൈറോൾ റിങ്സ് ചേർന്നിട്ടാണ് ലിങ്കേജ് ഉണ്ടാക്കിയിട്ടാണ് എന്തിരിക്കുന്നത് നമ്മുടെ പോർഫയറിന്റെ സ്ട്രക്ചർ, സൈക്ലിക് സ്ട്രക്ചർ ഫോം ചെയ്തിരിക്കുന്നത്. 4 പൈറോൾ റിങ്സ്. ഇത് ലിങ്കേജ് ഉണ്ടാക്കുന്നത് ഫോംഡ് ബൈ ദ ലിങ്കേജ് ഓഫ് 4 പൈറോൾ റിങ്സ്. അതിനെ കണക്ട് ചെയ്യുന്ന ഏത് ബ്രിഡ്ജ് വഴിയാണ്? കണക്റ്റഡ് ബൈ അല്ലെങ്കിൽ connected through methane or methynyl bridges. ഇതെല്ലാം 3 കാര്യങ്ങളും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ്, മീഥൈൽ ഓർ മെഥിനൈൽ ബ്രിഡ്ജസ്. അപ്പോൾ ആദ്യം ഹീം ഒരു മെറ്റാലോ പ്രോട്ടീൻ അല്ലെങ്കിൽ മെറ്റാലോ പോർഫയറിനാണ്. പോർഫയർ എന്ന് പറയുന്നത് ഒരു സൈക്ലിക് കോമ്പൗണ്ട് ആണ്. ഈ സൈക്ലിക് കോമ്പൗണ്ട് ഫോം ചെയ്തിരിക്കുന്നത് ഇസ് എ ലിങ്കേജ് ഓഫ് 4 പൈറോൾ റിങ്സ്, 4 പൈറോൾ റിങ്. അപ്പൊ ആ സെന്റൻസിൽ ആകെ നമുക്ക് പഠിക്കുന്നത് ഈ മെറ്റാലോ പ്രോട്ടീൻ ആണ്. ഇതിനകത്ത് എന്തുണ്ട്? പോർഫയറിൻ റിങ്സുകളുണ്ട്. അപ്പൊ എത്ര റിങ്സ് ഉണ്ട് ചേർന്നിട്ടാണ് ഈ പോർഫയറിൻ ഉണ്ടാകുന്നത്? ഒരു സൈക്ലിക് കോമ്പൗണ്ട് ആണ്. അപ്പൊ സൈക്ലിക് കോമ്പൗണ്ട് ഉണ്ടാവണമെങ്കിൽ എത്ര റിങ് വേണം? 4 പൈറോൾ റിങ് വേണം. ഈ 4 പൈറോൾ റിങ്ങിനെ കണക്ട് ചെയ്തിരിക്കുന്ന ആരാണ്? മീഥൈൻ ഓർ മെഥിനൈൽ ബ്രിഡ്ജസ് വഴിയാണ് അത് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, പ്രോപ്പർട്ടീസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതിനകത്ത് പോർഫൈറിനോജൻ ഇതിന്റെ ആദ്യത്തെ കോമ്പൗണ്ട്. പോർഫൈറിനോജൻ ഓർത്തിരിക്കേണ്ട പരീക്ഷയ്ക്കുള്ള പോയിന്റുകളാണ്. പോർഫൈറിനോജൻ എന്ന് പറഞ്ഞാൽ കളർലെസ് കോമ്പൗണ്ട് ആണ്. പോർഫൈറിനോജൻ കളർലെസ് ആണ്. എന്നാൽ നമ്മുടെ പോർഫൈറിൻ എന്ന് പറയുന്നത് കളേർഡ് കോമ്പൗണ്ട് ആണ്. പോർഫൈറിൻ എന്ന് പറയുന്നത് എന്താണ്? കളേർഡ് കോമ്പൗണ്ട് ആണ്. ഇതൊക്കെ ബേസിക് ആണ്, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. പോർഫൈറിനോജൻ ഇസ് കളർലെസ്, വേറാസ് പോർഫൈറിൻ ആർ കളേർഡ് കോമ്പൗണ്ട്സ്. പിന്നെ ഓൾറെഡി നമ്മൾ പറഞ്ഞു ഇതിനകത്ത് മെഥിനൈൽ ഓർ മീഥൈൻ ബ്രിഡ്ജസ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ ബ്രിഡ്ജസ് ആണ് അതിന്റെ റെസ്പോൺസിബിലിറ്റി എന്താണ്? ഈ ബ്രിഡ്ജസിന്റെ ഈ മെഥിനൈൽ ബ്രിഡ്ജസ് ഇസ് റെസ്പോൺസിബിൾ ഫോർ അബ്സോർപ്ഷൻ ആൻഡ് ഫ്ലൂറസെന്റ് സ്പെക്ട്ര. ഇതിനെ അബ്സോർപ്ഷൻ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ബ്രിഡ്ജസ് ആണ്. മീഥൈൽ ഓർ മെഥിനൈൽ ബ്രിഡ്ജസ് റെസ്പോൺസിബിൾ ഫോർ, ഇത് ഓരോന്നിനും ഓരോ ഫംഗ്ഷൻ ഉണ്ട്. Responsible for characteristics absorption and fluorescent spectra. Absorption and fluorescence. FLUORESCENC ആണ് fluorescent spectra. നെക്സ്റ്റ് ഇതിന്റെ അബ്സോർപ്ഷൻ ബാൻഡിനെ നമ്മൾ എന്ത് വിളിക്കും? ഷാർപ്പ് അബ്സോർപ്ഷൻ ബാൻഡ് ഉണ്ട്. ഷാർപ്പ് അബ്സോർപ്ഷൻ ബാൻഡ് നിയർ എത്ര നാനോമീറ്റർ ആണ്? 400 നാനോമീറ്റർ. അതിനെ നമ്മൾ വിളിക്കുന്ന പേരുണ്ട്, പരീക്ഷയ്ക്ക് റീസെന്റ് എക്സാമിൽ ചോദിച്ചിട്ടുള്ളതാണ്. കോൾഡ് സോററ്റ് ബാൻഡ്. സോററ്റ് ബാൻഡ്. ഓക്കെ. ഇപ്പോ സോററ്റ് ബാൻഡ് എന്ന് പേര് വരാൻ കാരണം ഇത് കണ്ടുപിടിച്ച ആളുടെ പേരെന്താണ്? ഒരു ഫ്രഞ്ച് ഫിസിക്സ്റ്റ് ചാൾസ് സോററ്റ് ആണ് ഇത് കണ്ടുപിടിച്ചത്. ഡിസ്കവർഡ് ബൈ ചാൾസ് സോററ്റ്. അതുകൊണ്ടാണ് അതിന് സോററ്റ് ബാൻഡ് എന്ന് പേര് വന്നത്.
നെക്സ്റ്റ് ഇസ് പോർഫയറിന് മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി ഉണ്ട്. പോർഫയറിൻ കോസ് ഫോട്ടോസെൻസിറ്റിവിറ്റി. ഫോട്ടോസെൻസിറ്റിവിറ്റി. അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഹീമിനെ കുറിച്ച് നമുക്കൊരു റഫ് ഐഡിയ. ഒന്നും ഇതിന് പോർഫയറിൻ സൈക്ലിക് കോമ്പൗണ്ട് ആണ്, 4 പൈറോൾ റിംഗ് ഉണ്ട്. ഇതിനെ കണക്ട് ചെയ്തിരിക്കുന്ന ലിങ്കേജ് മീഥൈൻ ഓർ മെഥനൈൽ ബ്രിഡ്ജസ് ആണ്. അപ്പൊ ആ ബ്രിഡ്ജസിന്റെ ഫംഗ്ഷൻ എന്താണ്? അതാണ് ഇതിന്റെ അബ്സോർപ്ഷനും ഫ്ലൂറസെൻസ് പ്രോപ്പർട്ടിക്കൊക്കെ എന്താ പറയാ ബേസ് എന്ന് പറയുന്നത്. ഈ ബ്രിഡ്ജസ് ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. പോർഫയറിനോജൻ എന്ന് പറയുന്ന കോമ്പൗണ്ട് കളർലെസ് കോമ്പൗണ്ട് ആണ്, വേറെ പോർഫയർ എന്ന് പറഞ്ഞ കോമ്പൗണ്ട് കളേർഡ് കോമ്പൗണ്ട് ആണ്. ഈ പോർഫയറിനാണ് ഫോട്ടോ സെൻസിറ്റിവിറ്റിക്ക് കാരണം. ഇതിനെ ഈ നമ്മൾ പറഞ്ഞു നമ്മുടെ ഈ മെഥിനൈൽ അല്ലെങ്കിൽ മെഥൈൻ ബ്രിഡ്ജസ് ഈസ് റെസ്പോൺസിബിൾ ഫോർ അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞു. അപ്പൊ ഇതൊരു ഷാർപ്പ് അബ്സോർപ്ഷൻ ബാൻഡ് ഉണ്ട് നിയർ ദ വേവ് ലെങ്ത് 400 നാനോമീറ്റർ. ആ പർട്ടിക്കുലർ അബ്സോർപ്ഷൻ വേവ് ലെങ്തിനെ അല്ലെങ്കിൽ ആ നാനോമീറ്റർ നമ്മൾ പറയുന്ന പേര് സോററ്റ് ബാൻഡ് എന്നാണ്. ഒരു ഫ്രഞ്ച് ഫിസിസിസ്റ്റ് ആണ് ചാൾസ് സോററ്റ് കണ്ടുപിടിച്ചുകൊണ്ടാണ് അതിനെ സോററ്റ് ബാൻഡ് നമ്മൾ പറയുന്നത്. ഈ 2 ടൈപ്സ് ഓഫ് പോർഫയറിൻസ് ഉണ്ട്. എന്താണ്? അയൺ പോർഫയറിനും ഉണ്ട്, പിന്നെ ഏതാണ് അയൺ പോർഫയറിൻ ആൻഡ് ഓൾസോ മഗ്നീഷ്യം ബോണ്ട് പോർഫയറിനുണ്ട്. അയൺ പോർഫയറിൻ ആൻഡ് മഗ്നീഷ്യം കണ്ടൈനിങ് പോർഫയറിൻ. മഗ്നീഷ്യം കണ്ടൈനിങ് പോർഫയറിനും ഉണ്ട്. ഇനി അയൺ പോർഫയറിനാണ് നമ്മുടെ ഏതിലുള്ളത്? ഹീമോഗ്ലോബിനകത്തുള്ളത് അല്ലേ. മഗ്നീഷ്യം കണ്ടൈനിങ് പോർഫയറിന് എവിടെയാ കാണുന്നത്? പ്ലാന്റിന്റെ ക്ലോറോഫിലിനകത്ത് കാണുന്നതാണ് ഏത്? നമ്മുടെ മഗ്നീഷ്യം കണ്ടൈനിങ് പോർഫയർ എന്ന് പറയുന്നത്. ഈ ക്ലോറോഫിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലാന്റിന്റെ പിഗ്മെന്റ് ആണ്, ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ് ഓഫ് പ്ലാന്റ്. ക്ലോറോഫിൽ ഓൾറെഡി നിങ്ങൾക്ക് അറിയാം എവിടെയാ പ്രസൻസ്? പ്ലാന്റ്സിൽ കാണുന്ന പിഗ്മെന്റ് ആണ്. നമ്മുടെ ഹ്യൂമൻസിൽ കാണുന്ന ബ്ലഡിൽ കാണുന്ന കളറിംഗ് പിഗ്മെന്റ് ആണ് ഹീമോഗ്ലോബിൻ. അതുപോലെ പ്ലാന്റ്സിൽ കാണുന്ന പിഗ്മെന്റ് ആണ് ദറ്റ് ഇസ് ക്ലോറോഫിൽ എന്ന് പറയുന്നത്. അയൺ പോർഫയറിൻ ബൈൻഡ് ചെയ്തിരിക്കുന്ന അയൺ ബൈൻഡിങ് പോർഫയർ എന്ന് പറയുന്നത് ഹീമോഗ്ലോബിനിൽ കാണുന്നതോ, മഗ്നീഷ്യം ബൗണ്ട് അല്ലെങ്കിൽ മഗ്നീഷ്യം കണ്ടൈനിങ് പോർഫയർ എന്ന് പറയുന്നത് നമ്മുടെ ക്ലോറോഫില്ലിൽ കാണുന്നതാണ്. ക്ലോറോഫിൽ മീൻസ് ദ പ്ലാന്റിന്റെ പിഗ്മെന്റ് ആണ്. ഓക്കെ, ഇനി എന്താ പറയാനുള്ളത്? ഇത് എഴുതി കഴിഞ്ഞോ നിങ്ങള്? ഞാൻ ഇത് ക്ലിയർ ചെയ്യട്ടെ. കഴിഞ്ഞെങ്കിൽ ഓക്കെ പറയണേ, ക്ലിയർ ചെയ്യാം. ഓക്കെ ആണോ? ഓക്കെ. ഇനി നമുക്ക് ഇമ്പോർട്ടൻറ്റ് ഹീം കണ്ടൈനിങ് പ്രോട്ടീൻസ്. ഇപ്പം നമുക്കറിയാം ഹീം അടങ്ങിയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് പ്രോട്ടീൻസ് ഹീമോഗ്ലോബിൻ അല്ലാതെ വേറെ എവിടെയൊക്കെ ഈ പറഞ്ഞ പോലെ ഹീം അടങ്ങിയിട്ടുണ്ടെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതും ചോദിച്ചിട്ടുള്ളതുമായ മറ്റൊരു ടോപ്പിക്കാണ് ഹീം കണ്ടൈനിങ് പ്രോട്ടീൻസ്. ഒന്ന് നമ്മളോട് ചോദിച്ചാൽ നമുക്ക് ഹീമോഗ്ലോബിൻ കണ്ണടച്ച് പറയാം. പിന്നെ അല്ലാതെ ഈ ഹീം അടങ്ങിയ വേറെ ഏതെങ്കിലും ഒരു കോമ്പൗണ്ട് നിങ്ങളുടെ ഐഡിയയിൽ വരുന്നുണ്ടോ? ഹീമിന്റെ പ്രസൻസ് ഉള്ള മറ്റൊരു പ്രോട്ടീൻ ഒന്നേതാണ്? ഹീമോഗ്ലോബിൻ. വേറെ ഏതാ തോന്നുന്നത് ഹീം അടങ്ങിയിട്ടുള്ളത്? ഒരു ഗ്ലോബിൻ പേര് വരുന്നതും കൂടെ ഉണ്ട്. അത് മാത്രമല്ല ഒന്നിൽ കൂടുതലുണ്ട്. എന്നാലും നിങ്ങൾക്ക് അറിയാവുന്ന 1-2 എണ്ണം ചോദിക്കും. ഒന്ന് ഹീമോഗ്ലോബിൻ ആണ്. അതുപോലെ വരുന്ന മറ്റൊരെണ്ണം ഏതാണ്? ഹീമോഗ്ലോബിൻ. ഇത് ഡാഷ് വേറൊരു ഗ്ലോബിൻ. എന്താണത്? മറ്റൊരു ഗ്ലോബിൻ പേര്. ഇതിൽ കൂടുതൽ ക്ലൂ ഇല്ല. ഓർമ്മയിൽ വേറെ വല്ല ഗ്ലോബിൻ ഉണ്ടോ? വന്നല്ല, മയോഗ്ലോബിൻ. അത് തന്നെ. അപ്പോൾ അത് നമുക്ക് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഇമ്പോർട്ടൻറ്റ് ഹീം കണ്ടെയ്നിങ് പ്രോട്ടീൻ. ഇതൊക്കെ എഴുതുന്ന കൂട്ടത്തിൽ തന്നെ പഠിച്ചു വെക്കണം കേട്ടോ. പിന്നെ ഈ ടോപ്പിക്കിൽ നിന്നൊക്കെ ഇനി പിന്നെടുത്ത സമയം പഠിക്കാമെന്ന് പറഞ്ഞ് മാറ്റി വെക്കരുത്. ഇമ്പോർട്ടൻറ്റ് ഹീം കണ്ടെയ്നിങ് പ്രോട്ടീൻസ് ഒന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്താണ്? ഹീമോഗ്ലോബിൻ അല്ലേ. ഫങ്ഷൻ എന്താണ്? ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജൻ ഇൻ ബ്ലഡ്. ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡയോക്സൈഡ് എല്ലാം ഉണ്ട്. എന്നാൽ നമ്മൾ ഇവിടെ പറയാം ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജൻ ഇൻ ബ്ലഡ്. നെക്സ്റ്റ് എന്താണ്? മയോഗ്ലോബിൻ.
മയോഗ്ലോബിൻ റഫ്ലി ദ ഫങ്ഷൻ എന്താണ്? സ്റ്റോറേജ് ഓഫ് ഓക്സിജൻ ഇൻ മസിൽ. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? സൈറ്റോക്രോം സി. ഇവിടെ തൊട്ട് നമ്മൾ കുറച്ച് സീരിയസ് ആയിട്ട് കാണണം. നെക്സ്റ്റ് സൈറ്റോക്രോം സി. സൈറ്റോക്രോം സിയുടെ ഫംഗ്ഷൻ എന്താണ്? എവിടെയാണ് ഈ സൈറ്റോക്രോം സി കേട്ടിരിക്കുന്നത്? ഇലക്ട്രോൺ ഇൻവോൾവ്മെന്റ് ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിലാണ് നമ്മൾ സൈറ്റോക്രോം സിയെ കുറിച്ച് കേട്ടിട്ടുള്ളത്. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ. അപ്പോൾ ഇൻവോൾവ്മെന്റ് ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ. നെക്സ്റ്റ് കാറ്റലൈസ്. സോറി, ഒരെണ്ണം കൂടെ സൈറ്റോക്രോം P450. സൈറ്റോക്രോം P450 ഇതും അനദർ ഇമ്പോർട്ടൻറ്റ് ഹീം കണ്ടെയ്നിങ് പ്രോട്ടീൻസ് ആണ്. ഇതിന്റെ ഫംഗ്ഷൻ വെച്ചാൽ ഹൈഡ്രോക്സിലേഷൻ ഓഫ് സീനോബയോട്ടിക്സ്. ഹൈഡ്രോക്സിലേഷൻ ഓഫ്, നമ്മൾ ഡീടോക്സിഫിക്കേഷൻ എന്ന ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട് ലിവറിന്റെ. നമ്മൾ കഴിക്കുന്ന ടോക്സിക് ആയിട്ടുള്ള മെറ്റീരിയൽ ഒക്കെ എങ്ങനെയാണ് ലിവർ ഡീടോക്സിഫൈ ചെയ്യുന്നത്. അതിൽ ഒരു മെക്കാനിസം ആണ് ഹൈഡ്രോക്സിലേഷൻ. ഒരുപാട് മെക്കാനിസം ഉണ്ട്, അസറ്റൈലേഷൻ പോലെയുള്ള ഡിഫറെന്റ് മെക്കാനിസം ഉണ്ട്. അതിലൊന്നാണ് ഹൈഡ്രോക്സിലേഷൻ. അതിന് സഹായിക്കുന്നത് സൈറ്റോക്രോം P450 ആണ്. ഈ സൈറ്റോക്രോം P450 എന്ന് പറയുന്നത് ഒരു അനദർ ഹീം കണ്ടെയ്നിങ് പ്രോട്ടീൻസ് ആണ്. അപ്പൊ ഹൈഡ്രോക്സിലേഷൻ ഓഫ് എന്താണ്? സീനോബയോട്ടിക്സ്. നെക്സ്റ്റ് എന്താണ്? കാറ്റലൈസ്. കാറ്റലൈസിന്റെ ഫംഗ്ഷൻ എന്താണ്? ഡീഗ്രഡേഷൻ ഓഫ്, നമുക്കറിയാം ബയോകെമിക്കൽ നമ്മുടെ മൈക്രോബയോളജിയിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് കാറ്റലൈസ് ഓക്സിഡേസ് മെത്തേഡ് ഒക്കെ. ഡീഗ്രഡേഷൻ ഓഫ് ഹൈഡ്രോജൻ പെറോക്സൈഡ്. നെക്സ്റ്റ് is tryptophan pyrrolase. Tryptophan pyrrolase. Tryptophan pyrrolase is the oxidation of tryptophan. അപ്പോൾ എന്താണ് ഇതിന്റെ ഹീമോഗ്ലോബിൻ? ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജൻ ഇൻ ബ്ലഡ്. ഓൾറെഡി നിങ്ങൾക്ക് അറിയാം ഫംഗ്ഷൻസും. ഇപ്പോൾ ഒന്ന് നിങ്ങൾക്ക് ഹീമോഗ്ലോബിനെ അറിയാം, മയോഗ്ലോബിനെ അറിയാം. അറിയാത്ത 4 ആൾക്കാരുണ്ട്, അവരെ പഠിക്കണം. അവരും ഇമ്പോർട്ടൻറ്റ് ഹീം കണ്ടെയ്നിങ് പ്രോട്ടീൻസ് ആണ്. സൈറ്റോക്രോം സി, സൈറ്റോക്രോം P450, ദെൻ കാറ്റലൈസ്, ദെൻ ട്രിപ്റ്റോഫാൻ പൈറോലൈസ്. ഓക്കെ, അപ്പൊ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പറഞ്ഞ 6 പേരിൽ 2 നിങ്ങൾക്ക് അറിയാം. ആരെയൊക്കെ അറിയാം? ഹീമോഗ്ലോബിനെ അറിയാം, മയോഗ്ലോബിനെ അറിയാം. അറിയാത്തവരും നിങ്ങൾക്ക് പക്ഷെ കേട്ടിട്ടുണ്ട് ഇത് ഹീം കണ്ടെയ്നിങ് പ്രോട്ടീൻസ് ആണെന്ന് ചിലപ്പോൾ അറിയാമായിരിക്കാം, എങ്കിലും അറിയത്തില്ലെങ്കിൽ നിങ്ങൾ അത് പഠിച്ചോണം. സൈറ്റോക്രോം സി, സൈറ്റോക്രോം P450, കാറ്റലൈസ്, ട്രിപ്റ്റോഫാൻ പൈറലൈസ്. ഇനി മറന്നു പോകരുത്. അപ്പൊ ഇത്രയും എന്താണ്? ഇമ്പോർട്ടൻറ്റ് ഹീം കണ്ടെയ്നിങ് പ്രോട്ടീൻസ് ആണ്. ഇനി നമുക്ക് നമ്മുടെ ബയോസിന്തസിസ് ഓഫ് ഹീമിലേക്ക് കിടക്കാം. ഇത് എഴുതി കഴിഞ്ഞെങ്കിൽ ഒരു ഓക്കെ ഇടാമോ? ഓക്കെ ഇടണേ എഴുതി കഴിയുമ്പോൾ. നമ്മൾക്ക് ഹീം സിന്തസൈസ് ചെയ്യാൻ പോവാണ്. ഹീമും ഗ്ലോബിനൂടെ കൂടിച്ചേർന്നാൽ മാത്രമേ നമ്മുടെ ഹീമോഗ്ലോബിൻ ആവുള്ളൂ. അപ്പൊ നമ്മൾ നമ്മുടെ ഹീമിലേക്ക് കിടക്കുകയാണ്. ഇപ്പൊ ഈ ഹീം സിന്തസിസ് ഞാൻ ഓൾറെഡി പറഞ്ഞു, DHS-DMEയുടെ മൊഡ്യൂൾ ഒരു 12.1, നമുക്ക് 12.1 ഓൾറെഡി കെമിസ്ട്രി ഓഫ് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻസ്, ലിപ്പിഡ്സ്, ന്യൂക്ലിക് ആസിഡ്സ് ഒക്കെയാണ്. അതിൽ ന്യൂക്ലിക് ആസിഡ്സും പ്രോട്ടീൻസ്, ലിപ്പിഡ്സ് ഒക്കെ നമ്മൾ കുറെ കവർ ചെയ്തിട്ടുണ്ട്. ദെൻ കാർബോഹൈഡ്രേറ്റും അതിൻ്റെ തന്നെ നമുക്ക് വൈറ്റമിൻസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അതിൽ നെക്സ്റ്റ് ടോപ്പിക്കാണ് 12.5 വരുന്നത് ഹീമോഗ്ലോബിൻ. അതിനുശേഷം പോർഫയറി ആണ്. ഹീമോഗ്ലോബിൻ്റെ അകത്ത് അതിന്റെ ഫംഗ്ഷൻ സിന്തസിസ് ആൻഡ് ഡീഗ്രഡേഷൻ ആണ് കൂടെ വരുന്നത്. ദെൻ ഹീമോഗ്ലോബിൻ ഡെറിവേറ്റീവ്സ്. എന്താണെങ്കിലും ഹീമോഗ്ലോബിൻ ബേസ് ചെയ്ത ക്വസ്റ്റ്യൻ ഇല്ലാണ്ട് വരില്ല. അപ്പൊ ഹീമോഗ്ലോബിന്റെ ആദ്യത്തെ ബേസിക് കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ പഠിച്ചത്. ഇനി ഓക്കെ ആണെങ്കിൽ നമുക്ക് എന്തിലേക്ക് കിടക്കാം? ബയോസിന്തസിസിലേക്ക് കിടക്കാം. ഓക്കെ വന്നില്ല? അപ്പൊ നമുക്ക് ബയോസിന്തസിസ് സ്റ്റാർട്ട് ചെയ്യാം.
ബയോസിന്തസിസ് ഓഫ് ഹീം. ഹീം ഉണ്ടാവണമെങ്കിൽ അപ്പോൾ ഇത് എവിടെ ഉണ്ടാവുന്നു നമ്മുടെ ബോഡിയിൽ? ഹീമിന്റെ സിന്തസിസ് നടക്കുന്ന എല്ലാ ടിഷ്യൂസിനും, ഓൾമോസ്റ്റ് ഓൾ ടിഷ്യൂസ് ഇൻ ദ ബോഡി, എല്ലാ ടിഷ്യൂസിലും നടക്കും. അപ്പൊ നടക്കാത്ത എവിടെയെങ്കിലും ഉണ്ടോ? ഓൾ ടിഷ്യൂസ് ഇൻ ദ ബോഡി ഹീം സിന്തസിസ് ടേക്ക് പ്ലേസ്, വേറെ എക്സെപ്റ്റ് ഇൻ വൺ പ്ലേസ്. എക്സെപ്ഷൻ എവിടെയാണ്? അത് ഓർത്ത് വെക്കണം. എവിടെയാണ് നടക്കാത്ത ഒരേ ഒരു സ്ഥലം? എക്സെപ്ഷൻ ഈസ് മെച്യൂർ RBC. മെച്യൂർ എറിത്രോസൈറ്റിൽ ഒഴിച്ച് വേറെ ഒരിടത്തും, എല്ലായിടത്തും നടക്കും, മൊത്തം സൈറ്റിൽ മാത്രം നടക്കുന്നില്ല. മെച്യൂർ RBC ഓർ മെച്യൂർ എറിത്രോസൈറ്റ്സ്. നെക്സ്റ്റ്, ഇത് പാർഷ്യലി, വേറെ അനദർ ഇമ്പോർട്ടൻറ്റ് പോയിന്റേഴ്സ് ഇസ് പാർഷ്യലി സൈറ്റോപ്ലാസ്മിക്. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്ന സ്റ്റെപ്പുകൾ നമ്മൾ സെൽ പഠിപ്പിച്ചപ്പം പാർഷ്യലി സൈറ്റോപ്ലാസ്മിക് ആൻഡ് പാർഷ്യലി മൈറ്റോകോൺട്രിയൽ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. കുറച്ച് സൈറ്റോപ്ലാസ്മിക് നടക്കും, കുറച്ച് മൈറ്റോകോൺട്രിയലാണ് ഹീംസ് ബയോസിന്തസിസ് നടക്കുന്നത്. പാർഷ്യലി സൈറ്റോപ്ലാസ്മിക് ആൻഡ് പാർഷ്യലി മൈറ്റോകോൺട്രിയൽ. ഇതിന്റെ ഉണ്ടാകണമെങ്കിൽ, നമുക്കൊരു ഹീം സിന്തസിസ് നടക്കണമെങ്കിൽ എന്ത് മെറ്റീരിയൽ വേണം? സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ. എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഹീം സിന്തസിസ് നടക്കുകയുള്ളൂ? ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ. എന്ത് വേണം നമുക്ക് ഹീം സിന്തസിസ് നടക്കണമെങ്കിൽ? ഒബ്വിയസ്ലി സക്സിനൈൽ കോയെ പ്ലസ് ഗ്ലൈസിൻ. ഇവർ രണ്ടുപേരും ഇല്ലെങ്കിൽ എന്ത് നടക്കില്ല? ഹീം സിന്തസിസ് നടക്കില്ല. ഓക്കെ. ഇപ്പൊ ബയോസിന്തസിസ് ഓഫ് ഹീം, ഓൾ ടിഷ്യൂസ് ഇൻ ദ ബോഡി, എല്ലായിടത്തും നടക്കും, ഒരിടത്തും നടക്കില്ല. അതെവിടാ? മെച്യൂർ RBC. പാർഷ്യലി സൈറ്റോപ്ലാസ്മിക്. നമുക്കൊരു സെല്ല് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി സെല്ലിന്റെ പടമൊക്കെ അറിയാം. അപ്പൊ സെല്ലിന്റെ ഇത് കുറച്ച് ഭാഗം സൈറ്റോപ്ലാസത്തിൽ കുറച്ച് സ്റ്റെപ്പുകൾ നടക്കും, കുറച്ച് ഭാഗം അതിന്റെ മൈറ്റോകോൺട്രിയയിൽ നടക്കും. മൈറ്റോകോൺട്രിയ അറിയാലോ. അപ്പൊ കുറച്ച് ഭാഗം ഇതിൽ നടക്കും, കുറച്ച് ഭാഗം മൈറ്റോകോൺട്രിയയിൽ നടക്കും. ദെൻ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ എന്തൊക്കെ വേണം? സക്സിനൈൽ കോയെ, ദെൻ ഗ്ലൈസിന്. സക്സിനൈൽ ക്ലോയും ഗ്ലൈസിനും ഉണ്ടെങ്കിൽ, ബേസിക് അമിനോ ആസിഡ് അലാനിൻ ഗ്ലൈസിൻ, ഗ്ലൈസിനും ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് നടക്കുള്ളൂ? ബയോസിന്തസിസ് നടക്കുള്ളൂ. ഇനി നമുക്ക് റഫ്ലി ഇതിന്റെ എത്ര സ്റ്റെപ്പ്, മൊത്തവും സ്റ്റെപ്പ് നമുക്ക് കാണാതെ പഠിക്കാൻ പറ്റില്ല, എങ്കിലും എളുപ്പ വഴികളുണ്ട് പഠിക്കാൻ. നമുക്ക് ഈ മൊത്തം സ്റ്റെപ്പിനെ ഒന്ന് ഷോർട്ട് ആക്കാം. 4 സ്റ്റെപ്പിൽ നമുക്ക് ഹീം സിന്തസിസ് പഠിക്കാം. ആ ഹീം സിന്തസിസ് കഴിയുമ്പം 4 സ്റ്റെപ്പ് ഇതിനകത്ത് അത് മാറ്റുവാണെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് എന്ത് പറയാം? സിന്തസിസ് ഓഫ് പി. എന്താണ് പി? പോർഫോബിലിനോജൻ. സിന്തസിസ് ഓഫ് പോർഫോബിലിനോജൻ ഇതെന്ന് പറയുന്നത് മോണോപൈറോൾ ആണ്. ആ മോണോപൈറോൾ എന്നുള്ള പേര് പഠിച്ചില്ലെങ്കിൽ സിന്തസിസ് ഓഫ് പി, ഫസ്റ്റ് സിന്തസിസ് ഓഫ് പി എന്താണ്? സിന്തസിസ് ഓഫ് പോർഫോബിലിനോജൻ. നെക്സ്റ്റ് സിന്തസിസ് ഓഫ് യു. എന്താണ് യു എന്ന് പറയുന്നത്? യൂറോപോർഫൈറിനോജൻ. യൂറോപോർഫൈറിനോജൻ. This is a tetrapyrrole. Next is synthesis of PP. എന്താണ് സിന്തസിസ് ഓഫ് PP? പ്രോട്ടോപോർഫൈറിൻ. Next, last step is formation of heme. Then അതെന്തിന്റെ സഹായത്തോടെയാണ്? ഇൻകോർപ്പറേഷൻ ഓഫ് അയൺ. അപ്പൊ 4 സ്റ്റെപ്പിൽ നമുക്ക് ഇതിനെ കൺക്ലൂഡ് ചെയ്യാം. ഫസ്റ്റ് സിന്തസിസ് ഓഫ് PUPPH. PUPPH എന്ന് പറഞ്ഞാൽ എന്താണ്? PUPPH. ഇതാണ് 4 സ്റ്റെപ്പ്. ഫസ്റ്റ് സ്റ്റെപ്പ് P എന്ന് പറഞ്ഞാൽ സിന്തസിസ് ഓഫ് porphobilinogen. This is a monopyrrole. Then next is U, uroporphyrinogen. And next step is protoporphyrin. And the final and last step is synthesis or formation of heme, incorporation of iron. അപ്പോൾ നിങ്ങൾക്ക് തന്നെ റഫായിട്ട് പഠിക്കാം. ആദ്യത്തെ 4 സ്റ്റെപ്പിനെ നമുക്ക് ഒന്ന് പോർഫോബിലിനോജൻ, യൂറോപോർഫൈറിനോജൻ. എപ്പോഴും സീക്വൻസ്, ഇപ്പോഴത്തെ റീസെന്റ് പാറ്റേൺ അനുസരിച്ച് കറക്റ്റ് സീക്വൻസ് കണ്ടുപിടിക്കാന്നാ പറയുക. അപ്പൊ ആ ഓർഡർ ആണെങ്കിൽ ആദ്യം പോർഫോബിലിനോജനിലാണ് തുടങ്ങുന്നതെന്ന് അറിഞ്ഞാൽ മാത്രമേ അതിന്റെ നെക്സ്റ്റ് യൂറോപോർഫൈറിനോജൻ ആണെന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ആ കറക്റ്റ് സീക്വൻസ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ആദ്യം എടുത്തിട്ട് പ്രോട്ടോപോർഫൈറിൻ,
ദെൻ പോർഫോബിലിനോജൻ, ദെൻ പോർഫൈറിൻ, ഇങ്ങനെയൊക്കെ നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കാം. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് പി എന്താണ്? പോർഫോബിലിനോജൻ. സെക്കൻഡ് യു എന്താണ്? യൂറോപോർഫൈറിനോജൻ. നെക്സ്റ്റ് പി എന്താണ്? പ്രോട്ടോപോർഫൈറിൻ. ഫൈനൽ എച്ച് എന്താണ്? ഫോർമേഷൻ ഓഫ് ഹീം. ഇതിനിടയ്ക്കൊക്കെ ചെറിയ മൈനർ സ്റ്റെപ്പ് ഉണ്ട്, പക്ഷെ മേജർ ലെറ്റർ നിങ്ങൾ പഠിച്ചു വെക്കണം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും, കറക്റ്റ് സീക്വൻസിലേക്ക് നിങ്ങൾക്ക് അത് പോകാൻ പറ്റും. ഫസ്റ്റ് പോർഫോബിലിനോജൻ, യൂറോപോർഫൈറിനോജൻ, പ്രോട്ടോപോർഫൈറിൻ, ദെൻ ഹീം. ഓക്കെ ആയോ? നമുക്ക് നെക്സ്റ്റ് ഫസ്റ്റ് സ്റ്റെപ്പിനെ ഇലാബറേറ്റ് ചെയ്ത് പഠിക്കാം. പോർഫോബിലിനോജൻ ഉണ്ടാവണമെങ്കിൽ സക്സിനൈൽ കോയയും ഗ്ലൈസിനും വേണമെന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെ സക്സിനൈൽ കോയയും ഗ്ലൈസിനിൽ നിന്ന് ഈ പോർഫോബിലിനോജനിലേക്ക് എത്തി? അതാണ് നമ്മൾ പഠിക്കാൻ പോണത്. ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ ഓക്കെ ഇത് റേസ് ചെയ്യാം നമുക്ക്. ഓക്കെ, അപ്പൊ ഈ ഏത് മെറ്റബോളിസം അല്ലെങ്കിൽ കാറ്റബോളിസം പഠിച്ചാലും അവിടുത്തെ കോഎൻസൈംസ് പഠിക്കണം, കോഫാക്ടർ പഠിക്കണം. അതൊക്കെ നോട്ട് ചെയ്യണേ. Okay, first step is synthesis of porphobilinogen. ഈ പോർഫോബിലിനോജനിലേക്ക് വരണമെങ്കിൽ നമുക്ക് അവിടെ എന്ത് നടക്കണം? ഫസ്റ്റ് സ്റ്റെപ്പ് സക്സിനൈൽ കോയും ഗ്ലൈസിനും വേണം അല്ലേ? സക്സിനൈൽ കോയെ പ്ലസ് ഗ്ലൈസിൻ ആണ്. ഈ സക്സിനൈൽ കോയയും ഗ്ലൈസിനും ചേർന്നിട്ട് അവിടെ എന്തുണ്ടാവണം? ആൽഫ അമിനോ, ബീറ്റ കീറ്റോ, അഡിപ്പിക് ആസിഡ് ഫോം ചെയ്യും. ഓക്കെ, അത് പെട്ടെന്ന് തന്നെ ഇതിന് ഡീകാർബോക്സിലേഷൻ നടക്കും. ഉണ്ടായിക്കഴിഞ്ഞ് നെക്സ്റ്റ് അടുത്ത നിമിഷം തന്നെ ഡീകാർബോക്സിലേഷൻ നടന്ന് എന്ത് ഫോം ചെയ്യും? ഡെൽറ്റ അമിനോ ലെവുലിനേറ്റ് ഉണ്ടാവും. ലെവുലിനിക് ആസിഡ് എന്ന് പറയും, അല്ലെങ്കിൽ ലെവുലിനേറ്റ് എന്ന് പറയും. ലെവുലിനേറ്റ് ഉണ്ടാവും, ഡെൽറ്റ അമിനോ ലെവുലിനേറ്റ്, അല്ലെങ്കിൽ അതിന്റെ പേര് എന്താ? ഷോർട്ട് ALA. ഇത് നടക്കുന്ന എവിടെയാണ്? മൈറ്റോകോൺട്രിയ. ഓരോ സ്റ്റെപ്പ് വെച്ച് നോക്കിക്കേ. ആദ്യം പോർഫോബിലിൻ ഉണ്ടാണെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ സക്സിനൈൽ കോയ ആൻഡ് ഗ്ലൈസിൻ. ഈ സക്സിനൈൽ കോയയ്ക്കും ഗ്ലൈസിനും എന്ത് റിയാക്ഷൻ നടക്കുന്ന? കണ്ടൻസേഷൻ റിയാക്ഷൻ നടന്നിട്ട് എന്ത് ഫോം ചെയ്യും? ആൽഫ അമിനോ, ബീറ്റ കീറ്റോ, അഡിപ്പിക് ആസിഡ് ഫോം ചെയ്യും. അത് പെട്ടെന്ന് തന്നെ ആ കോമ്പൗണ്ട് ഡീകാർബോക്സിലേഷൻ നടന്ന് ഡെൽറ്റ ALA ഉണ്ടാവും. അത് മൈറ്റോകോൺട്രിയ. നമ്മൾ പറഞ്ഞു ഈ സ്റ്റെപ്പ് എല്ലാം പാർഷ്യലി മൈറ്റോകോൺട്രിയൽ ആൻഡ് പാർഷ്യലി സൈറ്റോപ്ലാസ്മിക്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് സക്സിനൈൽ കോയയുടെയും ഗ്ലൈസിനെയും നടക്കുന്നത് എവിടെയാണ്? മൈറ്റോകോൺട്രിയയിലാണ് നടക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു സക്സിനൈൽ കോയയ്ക്കും ഗ്ലൈസിനും കണ്ടൻസേഷൻ റിയാക്ഷൻ നടന്ന് നമ്മുടെ എന്തുണ്ടാവും? ആൽഫ അമിനോ, ബീറ്റ കീറ്റോ, അഡിപ്പിക് ആസിഡ് ഉണ്ടാവും. ആൽഫ അമിനോ, ബീറ്റ കീറ്റോ, അഡിപ്പിക് ആസിഡ് ഉണ്ടാവണമെങ്കിൽ സഹായിക്കുന്ന എൻസൈം, കണ്ടൻസേഷൻ എൻസൈം ALA സിന്തേസ്. അതിന്റെ കോഫാക്ടർ പിറിഡോക്സൽ ഫോസ്ഫേറ്റ് PLP. ഇത് മറക്കരുത്, ഇയാളെ ഇമ്പോർട്ടൻ്റ് ആണ്. PLP ആണ് ഹെൽപ്പ് ചെയ്യുന്നത്, പിറിഡോക്സൽ ഫോസ്ഫേറ്റ്. ദെൻ ഈ പറഞ്ഞ പോലെ റിയാക്ഷൻ നടന്നു, നമുക്ക് എന്തുണ്ടായി? ആൽഫ അമിനോ, ബീറ്റ കീറ്റോ, അഡിപ്പിക് ആസിഡ് ഉണ്ടായി. വീണ്ടും അഗെയിൻ ഇവിടുത്തെ എൻസൈം എന്താണ്? ALA സിന്തേസ് തന്നെയാണ്. ഈ ALA സിന്തേസ് തന്നെയാണ് ഇവിടെയും സഹായിച്ച് ഡീകാർബോക്സിലേഷൻ നടന്ന് ഡെൽറ്റ ALA ഉണ്ടാവുന്നത്. ഡെൽറ്റ ALA ഉണ്ടായിട്ട് ദെൻ അടുത്തത്, അപ്പൊ ഈ ഇതുവരെ മനസ്സിലായോ? ഡെൽറ്റ അമിനോ ലെവുലിനേറ്റ് ഉണ്ടായി. അപ്പൊ നമുക്കിവിടെ രണ്ട് ALA നമ്മൾ പരിചയപ്പെട്ടു. എന്താണ്? ഡെൽറ്റ ALA നമ്മളിപ്പോ ALA സിന്തേസ് 1 പറഞ്ഞു, ഇപ്പൊ രണ്ട് ALA സിന്തേസിന്റെ കാര്യം പറഞ്ഞു. ഈ ALA സിന്തേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ALA സിന്തേസ് എന്താണ്? ഡെൽറ്റ അമിനോ ലെവുലിനേറ്റ് സിന്തേസ് ആണ്. ALA സിന്തേസ് നമ്മുടെ എല്ലാ ബോഡിയിലും 1 ഉണ്ട്. ALA 2 എന്ന് പറയുന്നത് ഈ നമ്മുടെ സെല്ലിന്റെ RBCയുടെ മെച്ചുർ എർത്രസൈറ്റ് മാത്രമേ ഉള്ളൂ നടക്കാത്തെന്ന് പറഞ്ഞു. അപ്പൊ മെച്ചുർ എർത്രസൈറ്റ് മുന്നേ ഉള്ള ഫോം ഏതാണ്?
RBC മെച്ചൂർ ആവുന്നതിന് മുന്നേ ഉള്ള ഫോംസ് എന്താ പറയാ? ചാറ്റ് ബോക്സിൽ പറയാമോ? അല്ലെങ്കിൽ RBCയുടെ പ്രിക്കോഴ്സർ ഫോമുകൾ ഏതാണ്? എല്ലാം മറന്നുപോയോ? ഹീം സിന്തസിസ്, സോറി RBC സിന്തസിസ് മറന്നോ? ഹീം വേറെ, RBC റെഡ് ബ്ലഡ് സെൽസിന്റെ ഹീം എന്താ പറയാ, എർത്രോപോയസിസ്, പ്രിക്കോഴ്സർ സെൽസ് ഓഫ് എർത്രോപോയസിസ്. ഓർമ്മയുണ്ടോ? എല്ലാം ചോദിക്കുമ്പോൾ കിളി പോയോ? നിങ്ങൾക്ക് റെറ്റിക്കുലോസൈറ്റ്, പ്രോനോമോബ്ലാസ്റ്റ്, നോർമോബ്ലാസ്റ്റ്, ബേസോഫിലിക് നോർമോബ്ലാസ്റ്റ്, അതൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? പോളിക്രോമാറ്റോഫിലിക് നോമോബ്ലാസ്റ്റ് ഒക്കെ ഉണ്ടോ? എന്തായാലും ഹെമാറ്റോപോയസിസും എർത്രോപോയസിസും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് നോക്കണം കേട്ടോ. അപ്പൊ നമുക്ക് ഈ 2 ALAയുടെ കാര്യം പറഞ്ഞു. അപ്പൊ അതിൽ ഒരു ALA സിന്തേസ് 1 എന്ന് പറയുന്നതിനെ കുറിച്ച് ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയാനുണ്ട്. അതുകൊണ്ടാണ് അത് പറഞ്ഞത്. ALA സിന്തേസ് 1 എന്ന് പറയുന്നത് ഇസ് എ റേറ്റ് ലിമിറ്റിംഗ് സ്റ്റെപ്പ് ഓഫ് ഹീം സിന്തസിസ്. അത് ഇമ്പോർട്ടന്റ് ആണ്. റേറ്റ് ലിമിറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഇതിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ ഈ LA സിന്തേസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് തുടങ്ങുള്ളൂ. ആദ്യം തുടങ്ങി ഈ ബീറ്റ ആൽഫാമിന ബീറ്റ കിറ്റ് അടുപ്പിക്കേഷൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുള്ളൂ. ഇവിടെ ഈ എൻസൈം ഡെഫിഷ്യൻ ആണെങ്കിൽ ഇതിനുള്ള പിന്നെ ഒരു സിന്തസിസ് നടക്കത്തില്ല. അപ്പൊ ഇതെന്താണ്? LA സിന്തേസ് 1 ഈസ് എ റേറ്റ് ലിമിറ്റിംഗ് എൻസൈം അല്ലെങ്കിൽ റേറ്റ് ലിമിറ്റിംഗ് സ്റ്റെപ്പ് എന്നാണ് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത പറയാനുള്ളത്, നമുക്കിനി എവിടെ എത്തി? നമ്മുടെ ALA വരെ എത്തി. ഇനി 2 മോളിക്യൂൾസ് ഓഫ് ALA, 2 മോളിക്യൂൾസ് ALA ചേർന്നിട്ട് ഇത് ഒറ്റ സ്റ്റെപ്പാണ്. സെക്കൻഡ് സ്റ്റെപ്പ് നമുക്ക് പോഫോബിലിനേജിലേക്ക് പോവാണ്. സെസിനേൽക്കോയും ഗ്ലൈസിൻ ചേർന്ന് നമുക്ക് ആൽഫാമിനെ ബീറ്റ കീറ്റ് അടുപ്പിക്കേഷൻ ഉണ്ടായി. അതിന് വീണ്ടും ഡീകാർബോക്സിലേഷൻ നടന്ന് ഡെൽറ്റ അമിനോ ലെവലിന്റെ, അപ്പൊ 2 മോളിക്യൂൾസ് ഓഫ് ഡെൽറ്റ അമിനോ ലെവലിനിക് ആസിഡ്, 2 മോളിക്യൂൾസ് ഓഫ് ഡെൽറ്റ അമിനോ ലെവലിനിക് ആസിഡ് വീണ്ടും കണ്ടൻസ് ചെയ്തിട്ട് ബൈ ദ എൻസൈം ALA ഡീഹൈഡ്രേറ്റേസിന്റെ സഹായത്താല് നമുക്ക് എന്ത് ഫോം ചെയ്യും? 2 molecules of water and 1 molecules of pofobilinogen. ഓക്കെ, ഇതെവിടെയാണ് നടക്കുന്നത്? സൈറ്റോപ്ലാസം, സൈറ്റോസോൾ അഥവാ സൈറ്റോപ്ലാസം. ഇനി ALA ഡീഹൈഡ്രേറ്റസ് എന്ന് പറയുന്നത് ഇസ് എ സിങ്ക് കണ്ടെയ്നിങ് എൻസൈം. ഇതിനെ ഇൻഹിബിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ലെഡ് വെച്ചിട്ട് ഇൻഹിബിറ്റ് ചെയ്യാം. ഇതൊക്കെ ഇപ്പം പരീക്ഷയ്ക്കെടുത്ത് പ്രയോഗിക്കുന്ന ലേറ്റസ്റ്റ് സാധനങ്ങളാണ്. കാരണം നമുക്ക് ലെഡ് പോയിസണിങ്ങിലൊക്കെ എന്ത് കാണാൻ പറ്റും? ഈ ALA ഡീഹൈഡ്രേറ്റേസിന്റെ പ്രസൻസ് കാണാൻ പറ്റും. അപ്പൊ എന്താണ് ആദ്യത്തെ പോഫോബിലിനോജന്റെ സ്റ്റെപ്പിൽ നിങ്ങൾ എന്തൊക്കെ പഠിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം? ഫസ്റ്റ് സ്റ്റെപ്പ് സിന്തസിസ് ഓഫ് പോഫോബിലിനോജൻ. ഈ പോഫോബിലിനോജന്റെ സിന്തസിസ് നടക്കണമെങ്കിൽ നമുക്ക് 2 ആൾക്കാർ വേണം. ആരാണ് ആ 2 ആൾക്കാര്? ഒന്ന് സെക്സിനേൽക്കോയെ, അപ്പൊ സക്സിനേൽക്കോയെ ഗ്ലൈസിനും 2 പേരും ആ 2 കാര്യം സ്റ്റാർട്ടിംഗ് മെറ്റീരിയലിനെ ഓർക്കണം. ALA സിന്തേസ് 1 ആണ് അതിന് സഹായിക്കുന്നത്. ALA സിന്തേസ് 1ന്റെ സഹായത്താല് പിരിഡോക്സൽ ഫോസ്ഫേറ്റ് ആണ് അതിന്റെ കോഫാക്ടർ അല്ലെങ്കിൽ കോഎൻസൈം. അത് ആൽഫാമിനെ ബീറ്റ കീറ്റോ അടുപ്പിക് ആസിഡ് ഉണ്ടാവുന്നു. ദെൻ അഗെയിൻ ALA സിന്തേസ് 2ന്റെ സഹായത്താൽ ഡീകാർബോക്സിലേഷൻ നടന്ന് ഡെൽറ്റ അമിനോ ലെവലിനിറ്റ് ഉണ്ടാവും. ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്. അവിടെ 2 ആൾക്കാരെ നിങ്ങൾ ഓർക്കേണ്ടതുള്ളൂ. സക്സിനേൽക്കോയെയും ഗ്ലൈസിനും ALA സിന്തേസ് 1ന്റെ കാര്യം 2ന്റെ കാര്യം. അതിൽ PLP അല്ല, പിരിഡോക്സൽ ഫോസ്ഫേറ്റ് ആണ് കോഫാക്ടർ എന്ന് ആരും മറക്കാൻ പറ്റില്ല, ഉറപ്പിക്കണം. പിന്നെ ALA സിന്തേസ് 1ന്റെ കാര്യത്തിൽ രണ്ടാമത്തെ കാര്യം ഓർക്കേണ്ടത് ദിസ് ഈസ് എ റേറ്റ് ലിമിറ്റിംഗ് സ്റ്റെപ്പ്. പിന്നെ ഓർക്കേണ്ടത് നമുക്ക് ഡെൽറ്റ ALA ഇവിടെ കിട്ടിയത് മൈറ്റോകോൺട്രിയയിലാണ് നടക്കുന്നത്. പഠിക്കുമ്പോൾ അതോടെ പഠിച്ചു വെച്ചോ. ഈ ഡെൽറ്റ അമിനോ ലെവലിനിക് ആസിഡ് 2 മോളിക്യൂൾസ് എന്ന് വെച്ചാൽ 2 ഡെൽറ്റ അമിനോ ആസിഡിനെ നിങ്ങൾ എടുത്ത് മിക്സ് ചെയ്യുന്നു. ദെൻ അപ്പൊ നിങ്ങൾക്ക് അവിടെ കണ്ടൻസേഷൻ റിയാക്ഷൻ നടക്കുന്നു ബൈ ദ എൻസൈം. ചുമ്മാ ഒരു റിയാക്ഷൻ നടക്കത്തില്ല, എല്ലാ റിയാക്ഷനെയും സഹായം ആര് വേണം? ആക്സിലറേറ്റ് ചെയ്യാൻ ഒരു എൻസൈം വേണം. ഇവിടെ ആരാ ഉള്ളത്?
ALA ഡീഹൈഡ്രേറ്റേഴ്സ്. അപ്പൊ ALA ഡീഹൈഡ്രേറ്റേഴ്സിന്റെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഇത് സിങ്ക് കണ്ടെയ്നിങ് എൻസൈം, സിങ്ക് കണ്ടെയ്നിങ് എൻസൈം ആണ് ALA ഡീഹൈഡ്രേറ്റേഴ്സ്. ഇവിടെ കണ്ടൻസേഷൻ റിയാക്ഷൻ നടക്കുമ്പോൾ 2 മോളിക്യൂൾസ് വാട്ടറും ഫോം ചെയ്യും, 1 മോളിക്യൂള് പോഫോബിലിനോജനും ഫോം ചെയ്യും. അപ്പൊ ഈ സ്റ്റെപ്പ് എവിടെയോട്ടായി? സൈറ്റോപ്ലാസത്തിലേക്കായി. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ALA ഡീഹൈഡ്രേറ്റേഴ്സ് എൻസൈമിന്റെ പ്രത്യേകത ഇതൊരു സിങ്ക് കണ്ടെയ്നിങ് എൻസൈം ആണ് ആൻഡ് ഓൾസോ സെൻസിറ്റീവ് ടു ഇൻഹിബിഷൻ ബൈ ലെഡ്. അപ്പൊ നമുക്ക് ലെഡ് പോയിസണിങ് ഒക്കെ നോക്കുമ്പോൾ എന്ത് അസസ് ചെയ്താൽ മതി? ALA ഡീഹൈഡ്രേറ്റേഴ്സിന്റെ പ്രസൻസ് എത്ര ഉണ്ടെന്ന് അസസ് ചെയ്താൽ മതി. കാരണം ഓൾറെഡി ലെഡ് അതിനെ ഇൻഹിബിറ്റ് ചെയ്യും, അതിന്റെ ആക്ഷനെ. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ മനസ്സിലായെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു, സിന്തസിസ് ഓഫ് പോഫോബിലിനോജൻ. നമ്മൾ അങ്ങ് ഹീം വരെ എത്തിയില്ല, ഫസ്റ്റ് സ്റ്റെപ്പ് ആയതേ ഉള്ളൂ. അത്രയും മനസ്സിലായോ? ആയെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഫസ്റ്റ് നമ്മുടെ സിന്തസിസ് ഓഫ് പി ഈസ് ഓക്കെ. ചാർജ് തീർന്നു, ഞാൻ എത്തിക്കട്ടെ. സിന്തസിസ് ഓഫ് പി ഈസ് ഓക്കെ ആൻഡ് സിന്തസിസ് ഓഫ് യുയിലേക്ക് കിടക്കണം. അപ്പൊ സിന്തസിസ് ഓഫ് പി ബൈ ഹാർട്ട് ആയെങ്കിൽ ഓക്കെ പറയാം. ഞാനിപ്പോ അങ്ങോട്ട് പോയ സമയത്ത് നിങ്ങൾ ഓക്കെ ഇട്ടോ? ദെൻ പി കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ഓക്കെ ഇട്ടാലും നമുക്ക് അടുത്ത സിന്തസിസ് ഓഫ് യുയിലേക്ക് പോവാം. ഓക്കെ ആണോ? അടുത്ത ഓക്കെ ഇട്ടോ? പി ഈസ് ഓക്കെ. പി പഠിച്ചോ? ഒന്നുകൂടെ വേണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യാം, പഠിച്ചെങ്കിൽ കുഴപ്പമില്ല. ഞാൻ പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ച് തറവാക്കി പോകണം. ഒന്നും കൺഫർമേഷൻ വരാൻ പഠിക്കാൻ നിൽക്കരുത്. ആ ഒരു മണ്ടത്തരം കാണിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഇന്നും നമ്മൾ അങ്ങ് എത്താതെ പോകുന്നത്. നമ്മൾ എല്ലാവരെക്കാളും ഒരുപടി മുന്നേ സിലബസ് പഠിച്ച് തറവാക്കി വെക്കണം. എന്തായി? പി കൈ കിട്ടിയാ? യുയിലേക്ക് പോവാം. ഓക്കെ, നമ്മൾ സിന്തസിസ് ഓഫ് യുയിലേക്ക് പോവാണ്. സിന്തസിസ് ഓഫ് യൂറോപോഫൈറിനോജൻ. പഠിക്കുന്നതെല്ലാം മറക്കാതിരിക്കണം. എന്ത് ചെയ്യണം? റിവിഷൻ ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കണം. ഇന്ന് അടച്ചിട്ട് വെച്ചിട്ട് പിന്നെ കുറെ വർഷം കഴിഞ്ഞ് എടുത്ത് നോക്കരുത്. ഇടയ്ക്കിടയ്ക്ക് റിവിഷൻ ചെയ്താൽ പിന്നെ നിങ്ങൾ നോക്കേണ്ട ആവശ്യം വരത്തില്ല. നിങ്ങൾക്കത് ആ ജീവനാന്തകാലം നിങ്ങളുടെ തലയിൽ നിന്നോളും. അപ്പൊ സിന്തസിസ് ഓഫ് യൂറോപോർഫൈറിനോജൻ. അപ്പൊ യൂറോപോർഫൈറിനോജൻ നെക്സ്റ്റ് യു ആണ് നമ്മൾ പറയുന്നത്. പി കഴിഞ്ഞ് ഓൾറെഡി യു പറയാണ്. അപ്പൊ യൂറോപോർഫൈറിനോജനിലേക്ക് പോണെങ്കിൽ നമുക്ക് കുറച്ച് സ്റ്റെപ്പുകളുണ്ട്. അപ്പൊ നമുക്ക് അവിടെ എന്ത് വേണം? നമ്മുടെ പോഫോബിലിനോജൻ അവിടെ ഉണ്ടായി. പോഫോബിലിനോജനിൽ നിന്ന് നമുക്ക് എത്ര പോഫോബിലിനോജൻ വേണം? 4 molecules of porphobilinogen. 4 molecules of porphobilinogen. കണ്ടൻസേഷൻ റിയാക്ഷൻ നടന്ന് എന്ത് ഫോം ചെയ്യും? ഹൈഡ്രോക്സി മീഥൈൽ ഇലൈൻ ഫോം ചെയ്യും. എന്താ എൻ്റെ മറ്റൊരു പേര്? HMB എന്ന് പറയും. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ഇതിന് സഹായിക്കുന്ന എൻസൈം എന്ന് പറയുന്നത് നമ്മുടെ 4 molecules of പോഫോബിലിനോജൻ കണ്ടൻസേഷൻ റിയാക്ഷൻ നടന്ന് നമുക്ക് എന്ത് ഫോം ചെയ്യും? യൂറോപോർഫൈറിനോജൻ ഫോം ചെയ്യും. അല്ലെങ്കിൽ അതിനെ മറ്റൊരു പേരെന്താണ്? ഇങ്ങനെ കണ്ടൻസേഷൻ റിയാക്ഷൻ നടന്ന് യൂറോപോർഫൈർ ഹൈഡ്രോക്സി മീഥൈൽ ബിലൈൻ ഉണ്ടാവാൻ സഹായിക്കുന്ന എൻസൈമിന്റെ പേരാണ് യൂറോപോർഫൈറിനോജൻ 1 സിന്തേസ്. അല്ലെങ്കിൽ മറ്റൊരു പേരെന്താണ്? HMB ഹൈഡ്രോക്സി മീഥൈൽ ബിലൈൻ സിന്തേസ്. അല്ലെങ്കിൽ മറ്റൊരു പേരെന്താണ്? പോഫോബിലിനോജൻ ഡി അമിനേസ്. ഏത് പേര് വേണേലും പരീക്ഷയ്ക്ക് എടുത്ത് ചോദിക്കാം. ഡി അമിനേസ്, NAC. അപ്പോൾ സിന്തസിസ് ഓഫ് യൂറോപോർഫൈറിനോജൻ ആദ്യത്തെ സ്റ്റെപ്പ് നമുക്ക് പോർഫോബിലിനോജൻ വരെ ഉണ്ടായത് 1 molecules ഓഫ് വാട്ടറും
ഒരു മോളിക്യൂൾസ് ഓഫ് 2 മോളിക്യൂൾസ് ഓഫ് വാട്ടറും 1 മോളിക്യൂൾസ് ഓഫ് പോർഫോബിലിനോജനുമാണ് ഫോം ചെയ്തത്. നെക്സ്റ്റ് നമ്മുടെ സ്റ്റെപ്പ് യൂറോപോർഫൈറിലേക്ക് കടക്കുമ്പം നമുക്ക് ഇവിടെ കിട്ടിയ പോർഫോബിലിനോജന്റെ 4 മോളിക്യൂൾസിനെ നമ്മൾ കണ്ടൻസേഷൻ റിയാക്ഷൻ നടത്തും ബൈ ദ എൻസൈം യൂറോപോർഫൈറിനോജൻ 1 സിന്തേസ്, HMB സിന്തേസ് അല്ലെങ്കിൽ പോർഫോബിലിനോജൻ ഡി. ഇത് ഏതും എല്ലാം ആ എൻസൈമിന്റെ പേരാണ്, പല പേരുണ്ടെന്നേ ഉള്ളൂ. അപ്പൊ അത് കണ്ടൻസേഷൻ റിയാക്ഷൻ ഹെൽപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കോമ്പൗണ്ടിന്റെ പേര് ഹൈഡ്രോക്സി മീഥൈൽ ബിലൈൻ എന്നാണ് പറയുന്നത്. എഴുതിയോ? ദെൻ ഹൈഡ്രോക്സി മീഥൈൽ ബിലൈൻ എത്തി നിന്നിട്ട് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കടക്കുകയാണ്. ഈ ഹൈഡ്രോക്സി മീഥൈൽ ബിലൈൻ ഈസ് കൺവേർട്ടഡ് ടു യൂറോപോർഫൈറിനോജൻ 3 ഫോം ചെയ്യും. അതിന്റെ എൻസൈമിന്റെ പേരെന്താണ്? യൂറോപോർഫൈറിനോജൻ UPG 3 സിന്തേസ്. UPG 3 ഫോം ചെയ്യണമെങ്കിൽ ആര് വേണം? UPG 3 സിന്തേസ് എൻസൈം വേണം. നെക്സ്റ്റ് അതിനുശേഷം UPG 3യിൽ നിന്ന് എന്തുണ്ടാവും? യൂറോപോർഫൈറിൻ. ഈ യൂറോപോർഫൈറിനോജനാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. 2 ടൈപ്പ് യൂറോപോർഫൈറിനോജനാണ് ഉണ്ടാകുന്നത്. യൂറോപോർഫൈറിനോജൻ 3 ഉണ്ട്, യൂറോപോർഫൈറിനോജൻ 1 ഉണ്ട്. രണ്ട് മോണോമറാണ്, 2 ഫോംസ് ആണ് ഉണ്ടാകുന്നത്. യൂറോപോർഫൈറിനോജൻ 3 ഉണ്ടാവാറുണ്ട്. ചില കണ്ടീഷൻസിൽ എന്താണ് യൂറോപോർഫൈറിനോജൻ 1 ഫോം ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഓർത്തിരിക്കേണ്ട കാര്യം, നമുക്ക് യൂറോപോർഫൈറിനോജൻ ഉണ്ടാണെങ്കിൽ എന്തൊക്കെ വേണമെന്ന് ഓർത്തിരുന്നാൽ മതി. 4 മോളിക്യൂൾസ് ഓഫ് പോർഫോബിലിനോജന് കണ്ടൻസേഷൻ റിയാക്ഷൻ നടന്ന് ഹൈഡ്രോക്സി മീഥൈൽ ബിലൈൻ ഉണ്ടാകുന്നു. അതിന് സഹായിക്കുന്ന എൻസൈമാണ് യൂറോപോർഫൈറിനോജൻ 1 സിന്തേസ്, ഹൈഡ്രോക്സി മീഥൈൽ ബിലൈൻ ആൻഡ് പോർഫോബിലിനോജൻ ഡിയാമിസ്. എല്ലാം ഒരു എൻസൈമിന്റെ ഇപ്പം എന്താ പറയാ, ഒരാളെ നമ്മൾ പല പേര് വിളിക്കൂലേ? ഇപ്പം പാർവതിനായാലും തൻസിനായാലും വീട്ടിൽ വിളിക്കുന്ന പേരായിരിക്കത്തില്ല പള്ളിയിലെ പേര്, അല്ലെങ്കിൽ പള്ളിയിലെ പേരായിരിക്കത്തില്ല സ്കൂളിലെ പേര്, കൂട്ടുകാർ വിളിക്കുന്നവര്. അങ്ങനെ പോലെ ഹൈഡ്രോക്സി മീഥൈൽ ബിലൈൻ ഉണ്ടാവാൻ സഹായിക്കുന്ന എൻസൈമിനെ HMB സിന്തേസ് നമുക്ക് ഒറ്റ പേര് വിളിക്കാം. അതിന് പിന്നെ അതർ നെയിംസുകളാണ് ഈ പറഞ്ഞ പോലെ എല്ലാം. ഇനി ഹൈഡ്രോക്സി മീഥൈൽ ബിലൈന് എഗൈൻ റിയാക്ഷൻ നടന്ന് നോർമൽ കണ്ടീഷൻസിൽ ഫോം ചെയ്യുന്ന ഐസോമർ എന്ന് പറയുന്നത് ഏതാണ്? യൂറോപോർഫൈറിനോജൻ 3 ഐസോമറാണ് ഫോം ചെയ്യുന്നത് ബൈ ദ എൻസൈം യൂറോപോർഫൈറിനോജൻ 3 സിന്തേസ്. ചില കണ്ടീഷൻസിൽ സൈക്ലൈസേഷൻ റിയാക്ഷൻ നടന്ന് എന്തുണ്ടാവാറുണ്ട്? യൂറോപോർഫൈറിനോജൻ 1 ഫോം ചെയ്യാറുണ്ട്. ഇപ്പൊ 2 പേര് യൂറോപോർഫൈറിനോജൻ 1 ആൻഡ് യൂറോപോർഫൈറിനോജൻ 3. ഒന്ന് നോർമലി ഉണ്ടാകുന്നതാണ്, 3 ആണ് ഫോം ചെയ്യുന്ന ഐസോമർ. ചില സിറ്റുവേഷൻസിൽ സൈക്ലൈസേഷൻ റിയാക്ഷൻ നടന്ന 1 ഫോം ചെയ്യാറുണ്ട്. ഇത്രയും മനസ്സിലായോ? നമ്മൾ പറയാൻ പോണത് നെക്സ്റ്റ് നമ്മുടെ യു കഴിഞ്ഞു, പി കഴിഞ്ഞു, യു കഴിഞ്ഞു, നമ്മൾ PP പറയാൻ വന്നേ. യൂറോപോർഫൈറിനോജനിൽ നിന്ന് നമുക്ക് പ്രോട്ടോപോർഫൈറിൻ PP ഉണ്ടാവണം. PP ഉണ്ടാവണമെങ്കിൽ എന്തൊക്കെ വേണം ആണ് പറയാൻ പോണത്. റൈസ് ചെയ്യട്ടെ. Then synthesis of PP. എന്താണ് PP? പ്രോട്ടോപോർഫൈറിൻ. പ്രോട്ടോപോർഫൈറിൻ. അപ്പൊ നമുക്ക് ഇപ്പോൾ എവിടെ കിട്ടി? യൂറോപോർഫൈറിനോജൻ 1 കിട്ടിയിട്ടുണ്ട്, യൂറോപോർഫൈറിനോജൻ 3 കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ യൂറോപോർഫൈറിനോജൻ 3 is converted to എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? പോർഫൈറിനോജൻ 3 ആയിട്ട് മാറും. അപ്പൊ നമ്മുടെ യൂറോപോർഫൈറിനോജൻ is converted to പോർഫോപോർഫൈറിനോജൻ 3 by the enzyme യൂറോപോർഫൈറിനോജൻ decarboxylase.
ഓക്കെ ആണോ? അപ്പോൾ ഡീകാർബോസിലേഷൻ നടന്ന് യൂറോപോർഫൈറിനോജൻ 3യിൽ നിന്ന് എന്തുണ്ടാവും? കോപ്രോപോർഫൈറിനോജൻ 3 ഉണ്ടാവും. മനസ്സിലായോ? അതുപോലെ വേണമെങ്കിൽ നമ്മുടെ യൂറോപോർഫൈറിനോജൻ 1ൽ നിന്ന് എന്ത് കൺവേർട്ട് ചെയ്യാം? കോപ്രോപോർഫൈറിനോജൻ 1ഉം ഫോം ചെയ്യാം. നമ്മൾ പറഞ്ഞ ചില കണ്ടീഷൻസിൽ യൂറോപോർഫൈറിനോജൻ 1 ഉണ്ടാവും. അപ്പോൾ യൂറോപോർഫൈറിനോജൻ 1 ഐസോമറിൽ നിന്നുണ്ടാവാം കോപ്രോപോർഫൈറിനോജൻ 1ഉം ഫോം ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? അടുത്ത പറയട്ടെ. നമുക്ക് പ്രോട്ടോപോർഫൈറിൻ ഫോം ചെയ്തു. പ്രോട്ടോപോർഫൈറിൻ ഫോം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പായിരുന്നു ഫോർമേഷൻ ഓഫ് സിന്തസിസ് ഓഫ് പ്രോട്ടോപോർഫൈറിൻ. ഫൈനൽ സ്റ്റെപ്പ് ഫോർമേഷൻ ഓഫ് ഹീം. ഫോർമേഷൻ ഓഫ് ഹീം. അപ്പോൾ നമുക്ക് പ്രോട്ടോപോർഫൈറിൻ വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഹീം ഉണ്ടാവണമെങ്കിൽ ദിസ് ഈസ് ദ ഫൈനൽ സ്റ്റെപ്പ്. ഇതാണ് ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഫോർമേഷൻ ഓഫ് ഹീം. ഇനി നമുക്ക് പ്രോട്ടോപോർഫൈറിനിൽ നിന്ന് യൂറോപോർഫൈറിനോജൻ, കോപ്രോപോർഫൈറിനോജൻ, ദെൻ കോപ്രോപോർഫൈറിനോജനിൽ നിന്ന് എന്തുണ്ടാവണം? ഇവിടെ ഒരു സ്റ്റെപ്പ് കൂടെ ആഡ് ചെയ്യാനുണ്ട്. ഈ കോപ്രോപോർഫൈറിനോജൻ 3യിൽ നിന്ന് നമുക്ക് എന്തുണ്ടാവണം? പ്രോട്ടോപോർഫൈറിനോജൻ ഉണ്ടാവണം. പ്രോട്ടോപോർഫൈറിനോജൻ. ദെൻ അതിൽ നിന്നാണ് നമുക്ക് എന്തുണ്ടാകുന്നത്? പ്രോട്ടോപോർഫൈറിൻ. അതാണ് ഈ പി പി എന്ന് പറഞ്ഞ പ്രോട്ടോപോർഫൈറിൻ. ദെൻ ഈ പ്രോട്ടോപോർഫൈറിനകത്ത് ഇവിടെ സഹായിക്കുന്ന എൻസൈം യൂറോപോർഫൈറിനോജൻ ഡീകാർബോസിലേസ്. അതിൽ നിന്ന് പ്രോട്ടോപോർഫൈറിനോജൻ ഉണ്ടാവുന്നു. ദെൻ ഈ പ്രോട്ടോപോർഫൈറിനോജനിൽ നിന്ന് പ്രോട്ടോപോർഫൈറിൻ ഉണ്ടാവുന്നു ബൈ ദ എൻസൈം പ്രോട്ടോപോർഫൈറിൻ ഓക്സിഡേസ്. പ്രോട്ടോപോർഫൈറിനോജൻ ഓക്സിഡേസ്. ഈ സ്റ്റെപ്പ് എല്ലാം നിങ്ങൾ ഓർത്തിരിക്കുമെന്ന് എനിക്കറിയില്ല, എന്നാലും ആ ഒരു ഓർഡറിൽ തന്നെ പഠിച്ചു പോവാം. യൂറോപോർഫൈറിനോജൻ, കോപ്രോപോർഫൈറിനോജൻ, പ്രോട്ടോപോർഫൈറിനോജൻ, പ്രോട്ടോഫൈറിൻ. പ്രോട്ടോപോർഫൈറിനോജൻ, ദെൻ പ്രോട്ടോപോർഫൈറിൻ. ഇനി ഇവിടെ ഫൈനൽ സ്റ്റെപ്പിൽ നടക്കുന്നത് എന്താണെന്നറിയോ? ലാസ്റ്റ് ഫൈനൽ സ്റ്റെപ്പിൽ നമുക്ക് ഈ പ്രോട്ടോപോർഫൈറിൻ ഉണ്ടായി. അപ്പോൾ അതിനകത്തേക്ക് 4 അയണിനെ ആഡ് ചെയ്യും. ഇൻകോർപ്പറേഷൻ ഓഫ് എന്ന് വെച്ചാൽ അയൺ ആഡ് ചെയ്യുന്നു. ഇൻകോർപ്പറേഷൻ ഓഫ് ഫെറസ് അയൺ, incorporation of ferrous ion into protoporphyrin. ഓക്കെ, ഇതിൻ്റെ എൻസൈമിൻ്റെ പേരെന്താണ്? ദിസ് എൻസൈം ഈസ്, ഈ എൻസൈം ചോദിക്കാറുണ്ട്, ഫൈനൽ എൻസൈം ഫെറോചിലേറ്റേസ്. അല്ലെങ്കിൽ മറ്റൊരു പേരെന്താണ്? ഹീം സിന്തേസ്. ഈ ഫൈനൽ സ്റ്റെപ്പ് നടക്കുന്നത് എവിടെയാണ്? മൈറ്റോകോൺഡ്രിയയിലാണ് നടക്കുന്നത്. എഴുതി കഴിയുമ്പോൾ ഒരു കാര്യം കൂടെ പറയാമേ. അപ്പോൾ ഞാൻ ഇതിനെ റഫായിട്ട് ആദ്യം തൊട്ട് ഒരൊറ്റ സ്റ്റെപ്പിൽ എഴുതുകയാണെങ്കിൽ എങ്ങനെ എഴുതാമെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ 1ഉം 3 ഒക്കെ ഒഴിവാക്കിയിട്ട് മൊത്തം പേരായിട്ട് എഴുതുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഞാനിങ്ങനെ സൈഡായിട്ട് എങ്ങനെയെങ്കിലും എഴുതാം, നിങ്ങൾക്കത് പഠിക്കാൻ വേണ്ടിയുള്ള സീക്വൻസ് ആയിട്ട് എഴുതുകയാണെങ്കിൽ ആദ്യം എവിടെ തുടങ്ങും? സക്സിനൈൽ കോയെ, ഗ്ലൈസിൻ, ആൽഫ അമിനോ, ബീറ്റ കീറ്റോ അഡിപിക് ആസിഡ്, ഞാൻ ചുമ്മാ ഇട്ട് പോവാണേ. ഡെൽറ്റ അമിനോ ലെവലിനേറ്റ്,
ലാസ്റ്റ് പോയിന്റ് എന്ന് പറയാൻ നമുക്കിപ്പോൾ പ്രോട്ടോ പോർഫൈറിനോജൻ ഉണ്ടായി, പ്രോട്ടോ പോർഫൈറിൻ ഉണ്ടായി. നമുക്ക് പിന്നെ അത് പ്രോട്ടോ പോർഫൈറിൽ നിന്ന് നമുക്ക് ഹീമിലേക്ക് പോകണം. ഫൈനൽ സ്റ്റെപ്പ് അതാണ് മൈറ്റോകോൺഡ്രിയയിൽ വെച്ച് നടക്കുന്നത്. അപ്പോൾ 4 മോളിക്യൂൾസ് ഓഫ് നമ്മുടെ പ്രോട്ടോ പോർഫൈറിന് എടുത്തിട്ട് അതിനകത്തേക്ക് ഫെറസ് അയൺ ഇൻകോപ്പറേറ്റ് ചെയ്യും, മീൻസ് ആഡ് ചെയ്യുമ്പം ഇത് എൻസൈം ഫെറോചീലോട്ടേസിന്റെ സഹായത്താൽ അല്ലെങ്കിൽ ഹീം സിന്തേസിന്റെ സഹായത്താലാണ് കാറ്റലൈസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ഉണ്ടാവുന്നത്, നമ്മുടെ ഹീം അല്ലെങ്കിൽ ഫോം ചെയ്യുന്നത്. ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹീം സിന്തസിസ് ആണ്. ആ ഹീം ഉണ്ടാവണമെങ്കിൽ ഉണ്ടാവുന്ന ഏതിൽ നിന്നാണ്, പ്രോട്ടോ പോർഫൈറിൽ നിന്ന് നമുക്ക് അയണും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് ഫൈനലി ഹീം ഫോം ചെയ്യുന്നത്. പോർഫൈറിൽ നിന്ന് ഫെറോചീലട്ടേസിന്റെ സാധ്യതയിൽ ഫൈനൽ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഹീം ഫോർമേഷൻ ആണ്. ഈ ഹീം ഉണ്ടാവാൻ വേണ്ടിയാണ് നമ്മൾ ആദ്യം തൊട്ട് ഹീം സിന്തസിസ് പഠിച്ചത്. അപ്പൊ ഞാൻ ആ സ്റ്റെപ്പ് ഒന്നുകൂടെ എഴുതാൻ. നമുക്ക് ഡെൽറ്റ അമിനോ ലവനിലിക് ആസിഡ് ഉണ്ടായി. ഡെൽറ്റ അമിനോ ലവനിലിക് ആസിഡിൽ നിന്ന് നമുക്ക് എന്തുണ്ടായി, പോർഫോബിലിനോജൻ ഉണ്ടായി. പോർഫോബിലിനോജൻ 4 മോളിക്യൂൾസ് ഓഫ് പോർഫോബിലിനോജൻ നമുക്ക് ഇങ്ങനെ ഷോർട്ട് ആക്കാം, PBG. 4 മോളിക്യൂൾസ് ഓഫ് പോർഫോബിലിനോജനിൽ നിന്ന് നമുക്ക് എന്തുണ്ടായി, യൂറോപോർഫൈറിനോജൻ. 4 molecules of പോർഫോബിലിനോജനിൽ നിന്ന് ഹൈഡ്രോക്സി മീഥൈൽ ബിലൈൻ ഉണ്ടായി. അതിൽ നിന്നുണ്ടായി ഹൈഡ്രോക്സി മീഥൈൽ ബിലൈനിൽ നിന്ന് യൂറോപോർഫൈറിനോജൻ 1 and 3, 1 or 3 ഉണ്ടായെന്ന് വിചാരിച്ചോ. അതിൽ നിന്ന് കോപ്രോപോർഫൈറിനോജൻ, കോപ്രോപോർഫൈറിനോജൻ 1 and 3 ഉണ്ടായി. അതിൽ നിന്ന് ഏത് വേണേലും ഉണ്ടാവാം. യൂറോപോർഫൈറിൻ, കോപ്രോപോർഫൈറിനോജൻ ഉണ്ടായി. പിന്നെ ഇതിൻ്റെ അകത്തുനിന്ന് ഒരു കോമ്പൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റ് ആയിട്ട് പോകും. യൂറോപോർഫൈറിനും ഉണ്ടാവും, കോപ്രോപോർഫൈറിനും ഉണ്ടാകും കേട്ടോ. ഇതിൻ്റെ എൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അത് നമുക്ക് വിട്ടേക്കാം. ഇതിൻ്റെ എൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് യൂറോപോർഫൈറിൻ ഉണ്ടാവാം. കൺവേർഷൻ ആണ് യൂറോപോർഫൈറിൻ. പിന്നെ ഇവിടെ കോപ്രോപോർഫൈറിൻ എൻ പ്രോഡക്റ്റുകൾ പോലെ സൈഡ് പ്രോഡക്റ്റുകളാണ്. അനദർ ഉണ്ടാകുന്നത് പ്രോട്ടോപോർഫൈറിനോജൻ, നമ്മുടെ PP പ്രോട്ടോപോർഫൈറിനോജൻ 3, then protoporphyrin, then finally heme. Roughly ഇതാണ് സ്റ്റെപ്പ്. ഞാൻ എൻസൈം എല്ലാം ഒഴിവാക്കിയിട്ടുള്ള സ്റ്റെപ്പാണ് മുകളിൽ എഴുതിയത്. സസിനൈൽ കോയെ ഗ്ലൈസിൻ, ആൽഫ അമിനോ ബീറ്റ കീറ്റോ അഡിപിക് ആസിഡ്, ഡെൽറ്റ അമിനോ ലവലിനേറ്റ്, then hydroxy methyl betaine, then porphobilinogen, hydroxy delta amino levolinate, porphobilinogen, hydroxy methyl betaine, യൂറോപോർഫൈറിനോജൻ 1 and 3, കോപ്രോപോർഫൈറിനോജൻ 1 and 3. ഇതിൽ നിന്ന് രണ്ടിൽ നിന്നും ബൈ പ്രോഡക്റ്റ് ആയിട്ട് യൂറോപോർഫൈറിനും കോപ്രോപോർഫൈറിനും ഉണ്ടാവാം. then protoporphyrin 3, protoporphyrin 3, then finally heme. ഇത് റഫ് സ്റ്റെപ്പാണ്. അത് നിങ്ങൾ സീക്വൻസ് കറക്റ്റ് ഓർഡർ സീക്വൻസ് ആക്കാൻ വേണ്ടി ചോദിക്കാം. കാരണം കൊളസ്ട്രോളിൻ്റെയും ഒക്കെ പല സ്റ്റെപ്പുകൾ ഇപ്പോൾ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഹീം സിന്തസിസ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, അതുകൊണ്ട് ചോദിക്കാൻ സാധ്യത ഉണ്ട്. അത് പഠിച്ചു വെച്ചോണം. പോർഫാറിയയും ഹീം സിന്തസിസും ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല, അതുകൊണ്ട് നമുക്കത് ഒഴിവാക്കാൻ പറ്റത്തില്ല കേട്ടോ. ഇനി അതിനകത്ത് ഒരു സ്റ്റെപ്പ് കൂടെ ആഡ് ചെയ്താൽ ആ ടോപ്പിക്കും കഴിയും. ഞാൻ അതും കൂടെ ആഡ് ചെയ്യാണ്. ഓൾറെഡി പറഞ്ഞതാണ് റെഗുലേറ്ററി എൻസൈം ഏതെന്നാണ് ഞാൻ പറഞ്ഞത്, റെഗുലേഷൻ ഓഫ് ഹീം സിന്തസിസ്. ഇത്രേ ഉള്ളൂ കേട്ടോ. ഹീം സിന്തസിസ് ഏറ്റവും സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന, മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. ALA സിന്തേസ് എൻസൈം ആണ്. കീ റെഗുലേറ്ററി എൻസൈം, റേറ്റ് ലിമിറ്റിംഗ് സ്റ്റെപ്പ് എന്നൊക്കെ വേണേൽ പറയാം. കീ റെഗുലേറ്ററി എൻസൈം ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്? കീ റെഗുലേറ്ററി എൻസൈം ഫോർ ഹീം സിന്തസിസ് ALA സിന്തേസ്. അത് എഴുതി ഹൈലൈറ്റ് ചെയ്ത് വെച്ചോണം. കീ റെഗുലേറ്ററി എൻസൈം. ഓക്കെ.
അതിൽ നമ്മുടെ ലിവറിൽ കാണുന്നത് ഏത് ഫോമാണ് ALA സിന്തേസിൻ്റെത്? ഹെപ്പാറ്റിക് ഫോമും ഉണ്ട്, ലിവർ ഫോംസും ഉണ്ട്, എറിത്രോയിഡ് ഫോംസും ഉണ്ട്. അത് പഠിച്ചു വെച്ചോണം. ലിവറിൽ കാണുന്ന ഫോം ALA സിന്തേസ് 1 ആൻഡ് എറിത്രോയിഡ് സീരീസിൽ കാണുന്നത് ALA സിന്തേസ് 2. ഓക്കെ, ALA സിന്തേസ് 1 എന്ന് പറയുന്നത് ALA synthesis is a negative regulatory mechanism. Negative regulator by repression. ഏത് മെക്കാനിസം വഴിയാണ് ഇത് റെഗുലേറ്റ് ചെയ്യുന്നത്? ബൈ മെക്കാനിസം എന്ന് പറയുന്നത് റിപ്രഷൻ ആൻഡ് ഡിപ്രഷൻ. റിപ്രഷൻ ഡിപ്രഷൻ മെക്കാനിസം വഴിയാണ് ഇത് റെഗുലേറ്റ് ചെയ്യുന്നത്. ALA synthase 1. ഇനി ഇതിനകത്ത് ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് ഈ ഹീം സിന്തസിസിനെ അഫക്ട് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഫാക്ടേഴ്സ് ദാറ്റ് അഫക്ട് ഹീം സിന്തസിസ്. ചില ഫാക്ടേഴ്സ് ഹീം സിന്തസിസിനെ കൂട്ടും, ചിലത് ഹീം സിന്തസിസിനെ കുറയ്ക്കും. അങ്ങനെ ഹീം സിന്തസിസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്ന ആൾക്കാർ ആരാന്നാണ്? ഒന്ന് ഫാക്ടേഴ്സ്. ഏതൊക്കെ ഡ്രഗാണ് ഹീം സിന്തസിസ് അഫക്ട് ചെയ്യുന്ന ആൾക്കാർ? ഇമ്പോർട്ടൻ്റ് ആണ് ബാർബിറ്റുറേറ്റ്സ്. പരീക്ഷയ്ക്ക് ചോദിക്കാം. ഗ്രീസിയോഫുൾവിൻ. രണ്ട് ഡ്രഗുകളും ഹീം സിന്തസിസിനെ അഫക്ട് ചെയ്യുന്നവരാണ്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് ലെഡ് ഇൻഹിബിറ്റ് ചെയ്യും. ലെഡ് ഇൻഹിബിറ്റ് ചെയ്യുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലെഡ് ഇൻഹിബിറ്റ് ആരെയൊക്കെയാണ്? ALA ഡീഹൈഡ്രേറ്റേസ് ആൻഡ് ഫോറോചിലട്ടേസ്. നിങ്ങൾ കേട്ടിട്ടുണ്ട് TB ഡ്രഗ് INH റിഫാംബസി എന്നൊക്കെ. അതിൽ INH എന്തിന്റെ അവൈലബിലിറ്റി കുറയ്ക്കും? നമുക്ക് കോഫാക്ടർ ആണ് ഫസ്റ്റ് സ്റ്റെപ്പിന്റെ പിറിഡോക്സൽ ഫോസ്ഫേറ്റ്. അപ്പോൾ ഡിക്രീസ് അവൈലബിലിറ്റി ഓഫ് PLP. അപ്പോൾ ഇതൊന്നും നമുക്ക് കട്ട് ചെയ്യാനോ സ്കിപ്പ് ചെയ്യാനോ ഉള്ള സാധനങ്ങളല്ല, എല്ലാം ഇമ്പോർട്ടൻറ്റ് ഹൈലൈറ്റ് ടോപ്പിക്കുകളാണ്. ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് ഹീം സിന്തസിസിനെ inhibit ചെയ്യുന്നത്? First one is drug, baricitinib and griseofulvin. Next is lead. Lead inhibits some catalyzed enzymes ALA dehydratase and ferrochelatase. And finally the INH rifampicin ഒക്കെ എന്തിന്റെ ഡ്രഗ് ആണ്? TB ട്യൂബർക്ലോസിന്റെ ഡ്രഗ് ആണ്. അതിൽ INH എന്ന് പറയുന്നത് ഡിക്രീസ് അവൈലബിലിറ്റി ഓഫ് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് കോഫാക്ടർ ആണ് ഫസ്റ്റ് സ്റ്റെപ്പിന്റെ. ഏത്? സെക്സിനോയും ഗ്ലൈസിനും ചേർത്ത് കണ്ടൻസേഷൻ റിയാക്ഷൻ എഴുതി ആൽഫ അമിനോ ബീറ്റ കീറ്റോ അഡിപ്പിക് ആസിഡ് ഉണ്ടാവണമെങ്കിൽ ആര് വേണം? പിറിഡോക്സൽ ഫോസ്ഫേറ്റ് വേണം. അപ്പൊ പിറിഡോക്സൽ ഫോസ്ഫേറ്റിന്റെ അവൈലബിലിറ്റി കുറയ്ക്കും ആര്? INH ഡ്രഗ്. പിന്നെ അനദർ എൻസൈം കീ റെഗുലേറ്ററി എൻസൈം ഏതാണ്? ALA സിന്തേസ്. ALA സിന്തേസിന് 2 ഐസോഫോംസ് ഉണ്ട്. ALAS 1 എന്ന് പറയുന്നത് ഹെപ്പാറ്റിക് ഫോംസ് ആണ്. ALA2 എന്ന് പറയുന്നത് എറിത്രോയിഡ് ഫോം ആണ്. അപ്പൊ ഇത് രണ്ടും ഏത് മെക്കാനിസം വഴിയാണ് ALAS 1 വർക്ക് ചെയ്യുന്നത്? ഇറ്റ്സ് എ നെഗറ്റീവ് റെഗുലേറ്ററി മെക്കാനിസം, റിപ്രഷൻ ആൻഡ് ഡിപ്രഷൻ മെക്കാനിസം. അപ്പൊ ഇതാണ് നമ്മുടെ ഹീം സിന്തസിസ് ഓവറോൾ, അതിന്റെ എന്താ പറയാ സ്റ്റെപ്സ്, അതിന്റെ റെഗുലേഷൻ, അതിന്റെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഫാക്ടേഴ്സ് അഫക്ട് ചെയ്യുന്നതൊക്കെയാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പോഫാറിയാണ്. നമുക്ക് നാളെ എടുക്കാം. നമ്മുടെ വേറെ അതിനകത്തിന് പഠിക്കാനൊന്നുമില്ല. മെറ്റബോളിസം ഉണ്ട്. പോഫാറിയ എന്ന് പറഞ്ഞാൽ എന്താ പറയാ കുറച്ചുകൂടെ വാസ്റ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ നന്നായിട്ട് പഠിച്ചേ പറ്റൂ. ക്വസ്റ്റ്യൻ ചോദിക്കും, തെറ്റിക്കാനും ഒക്കെ സാധ്യത ഉള്ളതാണ്.